ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരീസിലെ ഒരു തേർഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പം വീട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്ത സമയത്ത് നമ്മൾ തിരുമല നായ്ക്കമലിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഡേ 3 അല്ലെങ്കിൽ പാർട്ട് 3 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ കുറച്ച് പോർഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ തഞ്ചാവൂർ പാലസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പം നമുക്കൊരു ഹിസ്റ്റോറിക് പ്ലേസിലേക്കാണ് അല്ലെങ്കിൽ തഞ്ചാവൂരിൻ്റെ ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഇതൊന്നും റെനോവേഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഇഷ്ടംപോലെ പൊടിയും ബഹളവും. പിന്നെ നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു. തമിഴ് പ്രസംഗ. അപ്പം ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നടന്ന് ഒരു എൻട്രൻസിന്റെ അകത്തൂടെ പോയി. പറ്റിയത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നടന്നങ്ങ് പോയി. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ എക്സിറ്റ് വെളിയിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. അത് നമ്മൾ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ബോർഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ടിക്കറ്റ് ചാർജ് ഒക്കെ വളരെ ലോ ആണ്, 20 രൂപ 10 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. പിന്നെ നമുക്ക് നേരെ അവിടെ ഈ പറഞ്ഞ സരസ്വതി മഹൽ ലൈബ്രറി ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ബെൽ ടവർ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ മെയിനായിട്ടും മ്യൂസിയത്തിനുള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ശിലകളാണ്, ഓരോ കല്ലിൽ കൊത്തിയെടുത്ത ഓരോ ശില്പങ്ങളാണ്. മെയിൻലി പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് അവർ റിക്കവർ ചെയ്തെടുത്ത് ആ ഒരു പഴക്കത്തിൽ തന്നെ വെച്ചിരിക്കുന്ന നമ്മൾ ഈ അമ്പലത്തിലേക്ക് കാണുന്ന വിഗ്രഹങ്ങളൊക്കെ പോലുള്ള പല പല രൂപങ്ങൾ. അത് നമ്മൾ ഡീപ്പായിട്ട് അതൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മീനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അത് ആർക്കിയോളജിയിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നടരാജ വിഗ്രഹത്തിൻ്റെ അതിനുവേണ്ടി നടരാജ വിഗ്രഹ മ്യൂസിയം എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ മെയിൻലി നടരാജ വിഗ്രഹം മാത്രം. ഇതെല്ലാം ഒരൊറ്റ മ്യൂസിയത്തിൻ്റെ അകത്താണ് വരുന്നത്. പല സൈസിലും പല മെറ്റലിലും ഉണ്ടാക്കിയ ബ്രാസ് അങ്ങനെ പല മെറ്റൽസിലും ഉണ്ടാക്കിയ ചെറുത് മുതൽ ഒരാൾ പൊക്കം വരെയുള്ള വിഗ്രഹങ്ങളുണ്ട്. പിന്നെ അവിടെ തന്നെ കോയിൻസ്, കറൻസീസ്, പിന്നെ പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ, പിന്നെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന ചപ്പൽസ്, ഡ്രസ്സ്. പക്ഷെ അത് ഏത് രാജാക്കന്മാരെന്ന് അറിയില്ല. കുറെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞത് വർക്ക് നടക്കുന്ന കാരണം കുറെയൊക്കെ മാറ്റി എവിടെയോ വെച്ചിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ നമുക്ക് അവിടെ ടൂൾസ്, നമ്മളെ കുന്തം, വാള്, തോക്ക്, അത് നമുക്ക് ഈ ഒരു വെടിമരുന്ന് നിറച്ചിട്ട് വെടിവെക്കുന്ന പഴയ കാലത്തെ തോക്ക് അങ്ങനെയുള്ളതെല്ലാം കാണാം. പിന്നെ ഗാർലൻഡ് കണ്ടു. അവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാരുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഹാരം, പിന്നെ കൊണ്ടുപോയിരുന്ന രഥം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ. അവിടെ തന്നെ ലാസ്റ്റ് ജനറേഷൻ രാജാക്കന്മാരെയൊക്കെ ഫോട്ടോസും ഒക്കെ അവിടെ ഉണ്ട്. അതത്രയാണ് തഞ്ചാവൂരുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മധുരയിൽ നൈറ്റോട് കൂടി എത്തി. നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചാർജ് ചെയ്തു, സ്റ്റേ അടിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ തിരുമലൈ നായ്ക്കർ മഹൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മഹൽ ഉണ്ടായിരുന്നു. അത് വളരെ ഫേമസ് ആണ്. നമ്മൾ ശരിക്കും ഇത് ആദ്യം കാണുന്നത് റീൽസ് വഴിയാണ്. അപ്പം ഒരു വെസ്റ്റ്, അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇറ്റലി, ഒരു യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചർ വരുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ തിരുമലൈ. ഒരു പാലസാണ്. അത് അറിയാൻ കഴിഞ്ഞത് അത് തിരുമലൈ നായക് എന്ന് പറയുന്ന രാജാവ് പണി കഴിപ്പിച്ചതാണ്. അദ്ദേഹം ഫോറിനിൽ നിന്ന് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഇൻക്ലൂഡിങ് നമ്മുടെ ഒരു ക്ലാസിക്കൽ പക്ക ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലും കൂടെ മിക്സ് ചെയ്ത ഒരു പാലസാണ് ഈ തിരുമലൈ നായ്ക്കർ മഹൽ. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലിയും താമസിച്ചിരുന്നത്. ആൻഡ് അത് മാത്രമല്ല ഒരുപാട് ഗ്രാൻഡ് സെറിമണീസ്, അതായത് കല്യാണങ്ങൾ, ഫങ്ഷൻസ്, അതുപോലെ ട്രേഡേഴ്സിനെയൊക്കെ വരുമ്പോൾ കാണുന്ന സ്ഥലം, അങ്ങനെയൊക്കെ കൂടുതലും അവിടെ വെച്ചിട്ടായിരുന്നു. ഓഡിറ്റോറിയം.
ഓപ്പൺ ആണ്. അപ്പം അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ഈ പ്രിൻസസ് വെഡിങ്സ് ഒക്കെ കാണുമ്പോൾ ബോൾ വെഡിങ്സ് ഒക്കെ നടക്കുന്ന പോലെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അന്നത്തെ ഗ്രാൻഡ് ഫംഗ്ഷൻസ് ഒക്കെ നടന്നിരുന്നത് ഇവിടെയായിരുന്നു. മധുരയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് തിരുമല നായ്ക്കർ മഹൽ. കാരണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ പോലെ ദൂരെ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ ഈ റീൽസിലോ അല്ലെങ്കിൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും താജ്മഹലൊക്കെ അങ്ങനെയാണ്. ആ ഒരു കവാടത്തിൽ കൂടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഭയങ്കര വെളിച്ചമായിരിക്കും. ആ വെളിച്ചം ഒന്ന് മങ്ങിയിട്ടായിരിക്കും ഈ ഒരു അത്ഭുതം കാണുന്നത് താജ്മഹൽ. അതേപോലെ തന്നെയാണ് ഇവിടെയും. നമ്മൾ അകത്തുനിന്ന് കയറി വരുമ്പോൾ ഈ ഒരു ഇത് കാണാൻ പറ്റില്ല. ആ എൻട്രൻസിൽ നിന്ന് അകത്തുനിന്ന് കയറി വരുമ്പോൾ ഈ ഒരു വെളിച്ചം പതുക്കെ മങ്ങിയിട്ടാണ് ഈ ഒരു എൻറ്റയർ പാലസ് ബിൽഡിംഗ്, അകത്തത്തെ പാലസ് ബിൽഡിംഗ് കാണുന്നത്. അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ആദ്യം മധുരയിൽ വന്നിട്ട് പോയത്, തിരുമല നായ്ക്കർ പാലസിൽ. അവിടെ നമ്മൾ കയറിയപ്പോൾ ടിക്കറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ? ഫോട്ടോസ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ടിക്കറ്റ് 30 രൂപ എടുത്തത്. എന്നിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അല്ല, അവര് നമ്മള് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് സ്റ്റിൽ ക്യാമറ വീഡിയോ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് മേടിച്ചിട്ട് ഫോട്ടോ ഷൂട്ട് ആണെന്നാണ് അവർ പറയുന്നത്. என்ன போட்டா சொன்னா பொண்ணு மாப்பிள்ள இல்ல இல்ல that is not the image. எல்லாம் தேத்து தானே என்னடி பிரச்சனை കേസ് എന്തോന്നു? അതായത് നമ്മള് ടിക്കറ്റ് കൗണ്ടറിൽ കണ്ട സ്റ്റിൽ ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ക്യാമറയ്ക്ക് 30, വീഡിയോ ക്യാമറയ്ക്ക് 100 എന്തോന്നും രൂപയാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഞങ്ങള് ഫോണില് ഫോട്ടോഗ്രാഫി അലൗഡ്, ഫോൺ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു ഫോണിൽ കുഴപ്പമില്ല, യു ക്യാൻ ടേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റിൽ ക്യാമറ, ഞങ്ങളുടെ ക്യാമറ ഉണ്ടായിരുന്നോണ്ട് അവർ പറഞ്ഞു 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് സ്റ്റിൽ ക്യാമറ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു ആള് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ടിക്കറ്റ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ക്യാമറ അലൗഡ് അല്ലാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ അത് വെച്ചേക്കേണ്ട ആവശ്യം എന്താണ്, ഇല്ല പറ്റത്തില്ല. അപ്പോൾ ഒരു ആൾ പറഞ്ഞു ഫോട്ടോഷൂട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പിന്നെ എന്തിനാണ് ടിക്കറ്റിന് ഇതിന്റെ യൂസ് എന്താണ്, ടിക്കറ്റിന് സെപ്പറേറ്റ് പൈസയും കൊടുത്ത് ഞങ്ങൾ ക്യാമറ എടുക്കുന്നതിന് ആവശ്യം. ഞാൻ ടിക്കറ്റ് റിട്ടേൺ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലല്ല, അവര് ചോദിച്ചു, അവര് വിചാരിച്ചത് ഫോട്ടോഷൂട്ട് ആണെന്നാണ്. അതായത് ലേഡി സ്ഥലം ഞാൻ കാണിച്ചു തരാം. തിരുമല നായ്ക്കർ മഹലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയെന്ന് പറഞ്ഞാൽ റൂമിലോട്ടാണ്. കാരണം നമ്മൾ ഇന്ന്, അതായത് ആ ദിവസം തന്നെ നൈറ്റ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് വൈകുന്നേരമാണ് നമ്മൾ മധുര മീനാക്ഷി ടെമ്പിളിൽ പോകുന്നത്. എന്നിട്ട് ഈവനിങ് നമ്മളൊരു ടൈമിൽ നമ്മൾ മധുര മീനാക്ഷി ടെമ്പിളിലോട്ട് പോയി. അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൻ തിരക്കാണ് അല്ലേ? ഭയങ്കര തിരക്കാണ്. കാരണം നമുക്കിപ്പോൾ വണ്ടികളൊന്നും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ കാണിച്ചത്, ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ കാറ് പോത്തീസ് അടുത്താണ്, ഇതൊരു സ്ട്രീറ്റാണ്. അപ്പം പോത്തീസിൽ നമ്മൾ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ നടക്കുകയാണ് ചെയ്തത്. അപ്പം വണ്ടിയും കൊണ്ട് ഒരിക്കലും അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ പോകാൻ പറ്റില്ല. അവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷാസാണ് വരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ആൾക്കാർ മിക്കവരും വണ്ടി ദൂരെ എവിടെയെങ്കിലും ഇട്ടിട്ട് ഓട്ടോറിക്ഷയാണ് ആശ്രയിച്ചാണ് വരുന്നത്. അതവിടെ കാണാനും ഉണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ 5-10 ആൾക്കാരെ കുത്തി നിറച്ച് വളരെ റാഷ് ഡ്രൈവാണ്. നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇടിച്ചെടുത്തുകൊണ്ട് പോകും. മാതിരി റാഷ് ഡ്രൈവാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പോത്തീസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. നമുക്കിപ്പം പോത്തീസിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോത്തീസിൽ പോയി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നമ്മൾ നേരെ പോയെന്ന് പറയുമ്പോൾ വേറൊരു മധുരയിൽ ഫേമസ് ഒരു പ്ലേസ്, അതായത് ഒരു ഷോപ്പാണ്. അതായത് നമ്മൾ ഈ മധുര മീനാക്ഷി ടെമ്പിൾ വിസിറ്റ് ചെയ്യുവാണെങ്കിലും മസ്റ്റായിട്ട് പോയിരിക്കേണ്ട ഒരു കട, മുരുകൻ ഇഡ്ലി ഷോപ്പ് എന്നാണ് ആ കടയുടെ പേര്. നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ ഈ ഷോപ്പ് കഴിഞ്ഞിട്ടാണ് മധുര മീനാക്ഷി ടെമ്പിൾ. അതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും പോത്തീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് മാറിയാണ് ഇരിക്കുന്നത് മുരുകൻ ഇഡ്ലി ഷോപ്പ്. നമ്മളിപ്പോൾ മധുരയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കടയാണ് മുരുകൻ ഇഡ്ലി ഷോപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം വന്നപ്പോൾ നമുക്ക് പനിയാരം തന്നു, സ്വീറ്റ് പനിയാരം. ഇതുപോലെ ഈ ചേച്ചി ഇങ്ങനെ പ്ലേറ്റിൽ ചൂട് സാധനങ്ങൾ കൊണ്ടുവരും. ആദ്യം നമുക്ക് ഹൽവ കൊണ്ടുവന്നു, ഗുലാബ് ജാമുൻ കൊണ്ടുവന്നു, പനിയാരം എന്ന് പറഞ്ഞിട്ട് അത് 2 ടൈപ്പ് ഉണ്ട്. മധുരം സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റ് പനിയാരം ഉണ്ട്, തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആണ്. സ്വീറ്റ് പനിയാരം ഉണ്ടായിരുന്നു, കാരപ്പനിയാരം, അത് കുറച്ച് എരിവുള്ള അല്ലാത്ത ടൈപ്പ്. നമ്മൾ സ്വീറ്റ് പനിയാറാണ് എടുത്തത്. ഗുലാബ് ജാമുൻ ഒരെണ്ണം എടുത്തു, ഹൽവ നമ്മൾ എടുത്തില്ല. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഗീ പൊടി ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കാണാം ഇഷ്ടം പോലെ ചട്നീസ് ഉണ്ട്. ഇത് അതായത് മല്ലിയില വെച്ചിട്ടുള്ള ചട്നി. ഇത് മല്ലിയില വെച്ചിട്ടുള്ള ചട്നിയാണ്.
ഇത് മിൻറ്റ് ചട്നി, ഇത് സാധാ വെള്ള ചമ്മന്തി, ഇത് ടൊമാറ്റോ വെച്ചിട്ടുള്ള ചട്നി, ഭയങ്കര ഒച്ച കേട്ടോ. ഇത് സാമ്പാർ. നമ്മൾ വട വേണമെന്ന് ചോദിച്ചു, വട കഴിച്ചു നോക്കാം. നമ്മൾ ആദ്യം ബട്ടർ പൊടി ഇഡ്ഡലി പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ വീറ്റ് ഹൽവ ഓർഡർ ചെയ്തു, പിന്നെ 2 കോഫി പറഞ്ഞു, എക്സ്ട്രാ വട ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്, നല്ല ചൂട് വടയും കൂടെയാണ്. പിന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ ദോശ പറഞ്ഞിട്ടുണ്ട്, അത് ബട്ടർ പൊടി ദോശ, അത് സാധാ നോർമൽ ദോശ. നല്ല മണമാണ് നമ്മുടെ ആകപ്പാടെ ഒരു ഇറിറ്റേഷൻ. ഒരു ഹിന്ദിക്കാരെ ബാക്ക് ചെയ്തിട്ട് ഒടുക്കത്തെ പയ്യൻ ബാക്കിൽ നിന്നിട്ട് സംസാരിക്കുന്നതാണ്, പക്ഷേ നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞൂടാ അവനാണ്. നേരെ പോയത് മധുര മീനാക്ഷി ടെമ്പിളിലാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോലെ ഡീസൻ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ വേഴ്സ് മാത്രമേ അവിടെ ഉള്ളിലിട്ടുകൊണ്ട് കയറാൻ പറ്റുള്ളൂ. ഒരു വലിയ ബോർഡിങ് തന്നെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു 4ഓളം എൻട്രൻസ് ആണെന്ന് തോന്നുന്നു, ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് എന്നും പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഏത് എൻട്രൻസ് വഴിയാണ് കയറുന്നത് അത് നമ്മൾ ഓർത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ വഴി തെറ്റിപ്പോകും അല്ലേ. നമ്മൾ വേറെ സൈഡിൽ വന്നായിരിക്കും വെളിയിൽ ഇറങ്ങുന്നത്. വേറെ സൈഡിൽ വന്ന് വെളിയിൽ ഇറങ്ങിയാലും മതി, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ശരിക്കും വഴി തെറ്റിപ്പോയിൻ്റെ അകത്ത്. പിന്നെ വേറെ ഫോറിനേഴ്സ് എല്ലാം ഗൈഡുമായിട്ട് ആണ് വരുന്നത്. നമ്മളൊരു ഗൈഡിനെ എടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഹിസ്റ്ററി പറഞ്ഞു തരും. അതിൽ നമ്മൾ കേട്ടതാണ് ഇടയ്ക്ക് അവിടെ എന്തോ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് തീപിടുത്തം നടന്നിട്ടുണ്ട് ഈ പറഞ്ഞ മധുര മീനാക്ഷി ടെമ്പിൾ. അപ്പോൾ അതുമായിട്ടും കൂടെ ബന്ധപ്പെട്ടിട്ടുള്ള റിനോവേഷൻ വർക്ക്സ് ആണ് നടക്കുന്നത്. പിന്നെ അതൊക്കെയാണ് നമ്മളെ മധുര മീനാക്ഷി ടെമ്പിൾ. പിന്നെ ടെമ്പിളിൻ്റെ പുറത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പറയുകയാണെങ്കിൽ എന്ത് നീറ്റാണ് ട്രിവാൻഡ്രം അല്ലേ. പക്ഷെ അവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇത്രയും വലിയൊരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ്, ഒട്ടും വൃത്തിയില്ല. ഓരോ സ്ഥലത്തും വേസ്റ്റ് ആയിട്ടുള്ള, അതായത് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള വേസ്റ്റ് ബോക്സസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ പശുക്കളും ഓവർലോഡായിട്ട് പശുക്കളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് വേസ്റ്റ് പുറത്തെടുത്തിട്ട് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സ്റ്റാഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ ഒരു അമ്പലം, ഈ അമ്പലം ചുറ്റിപ്പറ്റി ഒരുപാട് ജനങ്ങളാണ് ജീവിക്കുന്നത്. അതായത് ഒരുപാട് പേരുടെ ഒരു ഉപജീവന മാർഗങ്ങളാണ്. പിന്നെ നമ്മൾ ആ വരുന്ന വഴിയിലാണ് വൈറ്റ് മാർബിൾ, അതൊരു ജെയിൻ ടെമ്പിൾ ആണ്. അത് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ലല്ല, അത് പഴയതാണ്. നമ്മൾ ചെന്നപ്പം ക്ലോസ് ചെയ്തിരുന്നു. അത് അതിൻ്റെ പുറത്തെ ചുവര്, അതിൻ്റെ ആ ഒരു ബിൽഡിങ് എല്ലാം വൈറ്റ് മാർബിളാണ്. അത് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടു. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ വൈറ്റ് പെയിന്റ് എന്നാണ്, വൈറ്റ് മാർബിൾ. അതിനുശേഷം നമ്മൾ നേരെ റൂമിൽ വന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തിരിക്കുമായിരുന്നു. നമ്മൾ വണ്ടിയിൽ അത്യാവശ്യം ചാർജ് ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ അഗെയിൻ തിരുനെൽവേലിയിൽ ഒന്ന് ചാർജ് ചെയ്തിട്ടാണ് ഞങ്ങളൊരു റിലേറ്റീവിന്റെ വീട്ടിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ചാർജിനിട്ടിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് വന്നിട്ട് നമ്മൾ നേരെ തെങ്കാശി വഴി തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ആകെ പെട്ടുപോയി എന്ന് പറയുമ്പോൾ തെങ്കാശി വെച്ചിട്ടാണ്. തെങ്കാശി എല്ലാവർക്കും അറിയാം, എസ് വളവ്. ഏറ്റവും കൂടുതൽ ഈ ലോറി ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു റൂട്ടാണ് ഈ തെങ്കാശി റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു 1.5 മണിക്കൂർ ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആയിപ്പോയി. ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ലോറികൾ വന്നിട്ട്. അപ്പോൾ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തെന്മല ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു 10% ഒന്ന് ടോപ്പപ്പ് ചെയ്ത്, കാരണം രാത്രി ആയിട്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊരു അറൗണ്ട് ഒരു 8 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പം വീട്ടിലെത്തി. അപ്പോൾ നമ്മളിപ്പം വീട്ടിലാണുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെൻസ് കാൽക്കുലേഷൻസ്, നമ്മളെ EVയിൽ പോയ എക്സ്പീരിയൻസ്, അതാണ് മെയിൻ. എൻ്റെ അഖിലയുടെ EVയിൽ പോയപ്പോൾ ഉണ്ടായ പോസിറ്റീവ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് നമ്മളെ യാത്ര ഒരു സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ചെക്കൗട്ട് ചെയ്യാം. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ.